ഹാൻഡ് റൈറ്റിംഗ്, അതായത് നമ്മുടെ കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന സംഗതി അല്ലേ. ഇത് മോശമായിട്ട് പല കുറ്റങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസോ അല്ലെങ്കിൽ വർക്ക് സ്പേസിലുള്ളവരോ ഒക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ. എന്താ അത് എഴുതി വെച്ചിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല, അത് ഇത് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കേൾക്കും അല്ലേ. ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നത് ഈ മാർക്കിൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും അല്ലേ. എത്രയൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താലും ഈ പ്രൊജക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്താലും ഈ 10ാം ക്ലാസ്സിലെ പ്ലസ് 2 ഒക്കെ പരീക്ഷ ഓൺലൈൻ അല്ലാത്തടത്തോളം കാലം നമ്മൾ ഈ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം വൃത്തിയാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം വൃത്തിയാക്കി എടുക്കാം, മാർക്ക് എങ്ങനെ ഹാൻഡ് റൈറ്റിങ്ങിലൂടെ നേടിയെടുക്കാം, ഈ ചീത്തവിളി അത്യാവശ്യം എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സിമ്പിളാണ്, പ്രാക്ടീസ് ചെയ്യുക അല്ലേ. പറയുമ്പോൾ സിമ്പിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു പരിപാടിയാണ് ഈ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് എഴുതിയിട്ടൊക്കെ എന്തൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്റ്റേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിലെ ഏതെങ്കിലും പാഠം, മലയാളത്തിലെ ഏതെങ്കിലും പാഠം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഏതെങ്കിലും പാഠമൊക്കെ ഇന്ന പോർഷൻ ഇന്നത് വരെ അല്ലെങ്കിൽ നാളേക്ക് എഴുതി കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു സ്കൂൾ സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു. ഡിക്റ്റേഷനോ അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗോ ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി എഴുതുമായിരുന്നു പണ്ടത്തെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രകാരം. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി, ഫോണിലൂടെയായി കുറേ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിപ്പോൾ എഴുത്തിൻ്റെ പരിപാടി ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ എഴുതിയാലും നമ്മളിപ്പോൾ ഷോർട്ട് നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ എഴുതുന്നത്. അതും നമ്മൾ വലിയ വൃത്തിക്കൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ വെച്ച് ഈ നോട്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എഴുതേണ്ട പരിപാടി വരുന്നത് അല്ലേ. അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് 1-2 ദിവസം എടുത്ത് നമുക്ക് നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റും. മറ്റേ പിന്നെ ഷോർട്ടായിട്ട് നോട്ടൊക്കെ എഴുതുകയാണ്. അപ്പോൾ ഇതിലൂടെയൊന്നും നമുക്ക് ഈ പ്രാക്ടീസ് ഉണ്ടാകുന്നില്ല, വല്ലപ്പോഴും നമ്മൾ എഴുതുന്നുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇത് ചെയ്യാണ്ടാവുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിക്കൊണ്ടിരിക്കും. ചിലരൊക്കെ പറയുന്ന കേൾക്കാം, ഞാൻ ഒരു 1 തൊട്ട് 5 വരെയൊക്കെ നന്നായിട്ട് വൃത്തിക്ക് എഴുതുമായിരുന്നു, അതിന് ശേഷമാണ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായി പോയതെന്നൊക്കെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ എഴുത്തുകൾ കമ്മിയായിട്ട് വരികയാണല്ലോ അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വൃത്തി കിട്ടാത്തത്. അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ എക്സാമിന് പോയിട്ട് ഒരു ലോങ് 10 മാർക്കിൻ്റെ എസ്സേ ഒക്കെ എഴുതായിരുന്ന എങ്ങനെ ഉണ്ടാകും, കൈ കഴയ്ക്കോ ഇല്ലയോ, അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അത് ധൃതി പിടിച്ച് എഴുതുമ്പോൾ നമുക്ക് കൈയും കടയും, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടത്തുമില്ല. ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വളരെ മോശമായിരിക്കും, ചറ പറയാന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു വൃത്തിയും വരുള്ളൂ, അതുപോലെ എഴുതാനുള്ള ഒരു വഴക്കം നമുക്ക് കിട്ടുള്ളൂ. അത്യാവശ്യം സ്പീഡിലൊക്കെ എഴുതാനുള്ള ഒരു വഴക്കം നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, എഴുതി എടുത്തിട്ട് വേണം നമ്മൾ ഈ വൃത്തി ഉണ്ടാക്കാനായിട്ട്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എഴുതാനായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു അക്ഷരം എഴുതാനായിട്ട്, അല്ലെങ്കിൽ എ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, എ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ മാറ്റണം എന്നുള്ളത് നമുക്കറിയണം. ആ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ചുറ്റി നിർത്തണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ ചിലരുണ്ട് ഈ ഒരു ഡയറക്ഷണൽ ചാർട്ട് ഉണ്ട് ഈ അക്ഷരങ്ങൾ എഴുതാനുള്ള, അത് കറക്റ്റായിട്ട് എഴുതില്ല. ഇപ്പം ടാ കിടുന്നവരാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു ഡാ ഇട്ടിട്ട് പിന്നെ ഇപ്പുറത്ത് കൂടെ ഒരു വള്ളി ഇട്ടിട്ട് ടാ എഴുതുന്നവരൊക്കെ ഉണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഡയറക്ഷണൽ ചാർട്ട് തെറ്റിച്ചുകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് വൃത്തിയും കുറയും, അക്ഷരങ്ങൾക്കൊരു ഭംഗി ഉണ്ടാകില്ല, മൊത്തത്തിൽ നമ്മൾ എഴുതുന്ന കാര്യത്തിന് സാരമായിട്ട് അത് ബാധിക്കും. അപ്പോൾ എപ്പോഴും ഏതൊരു അക്ഷരം എഴുതുമ്പോഴും ആ ഒരു ഡയറക്ഷണൽ ചാർട്ട് എങ്ങനെയാണോ നമ്മൾ ചെറുപ്പത്തിൽ എഴുതാൻ പഠിച്ചത്, എവിടെ തുടങ്ങി എവിടെ നിർത്തണം എന്നുള്ള കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ഓരോ അക്ഷരം നമ്മൾ എഴുതി ശീലിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻ ഓർ പെൻസിൽ, ഇത് നന്നായിട്ട് നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ചിലർ പറയുന്നത് നമ്മൾ കേൾക്കില്ല, എനിക്ക് ആ പേന ഒരു വഴക്കമില്ല, എനിക്ക് ഈ ഒരു പേനയിൽ എഴുതുമ്പോഴാണ് നല്ല വൃത്തി കിട്ടുന്നത്, നല്ല വഴക്കമുള്ളതെന്നല്ലേ. അപ്പോൾ ഈ എഴുതാനൊരു ഗ്രിപ്പ് കിട്ടുന്ന ചില പേനകളും പെൻസിൽസൊക്കെ ഉണ്ട്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പെൻസിലാണെന്നുണ്ടെങ്കിൽ പേനയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പിൽ വരുന്നുണ്ട് അല്ലേ. ബോൾ പെന്നുണ്ട്, അല്ലാത്ത പെന്നുണ്ട്. അതുപോലെ തന്നെ പെൻസിലാണെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ഉള്ളതും ട്രിപ്പിൾ സൈഡ് ഉള്ള പെൻസിലൊക്കെ ഉണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൾ ഓക്കെ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് ഏത് പേന ഏത് പെൻസിൽ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടുന്നത്, ഏത് ടൈപ്പ് ഓഫ് പെന്നാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ, അതൊക്കെ അറിഞ്ഞിട്ട് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു വഴക്കം കിട്ടും, നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ഈ പേന അതാണ് എനിക്ക് വഴക്കം കിട്ടുന്നത് വൃത്തി കിട്ടുന്നത് പറയുമ്പോൾ ശരിയാണത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതാണ് നമുക്ക് ഗ്രിപ്പുള്ള പെൻ അതാണ് അല്ലെങ്കിൽ പെൻസിൽ അതാണുള്ളത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു ടൈപ്പ് പെൻ തന്നെ ഫോളോ ചെയ്യുകയാണ് അല്ലെങ്കിൽ പെൻസിൽ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വൃത്തിക്ക് എഴുതാൻ പറ്റും. അതുപോലെ ഇതിൽ തന്നെ പറയുന്ന വേറൊരു വിഷയമാണ്, നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ പെന്നൊക്കെ പിടിക്കുന്ന ആ ഒരു രീതിയിൽ ചിലവർ പെൻ ഇങ്ങനെ പിടിക്കും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവർ പെൻ ഇങ്ങനെ പിടിക്കും.
അത് ചിലർക്ക് അതാണ് ഗ്രിപ്പ് കിട്ടുന്നത്, അതാണ് അവർ ഫോളോ ചെയ്ത് വരുന്നത്. ചിലവർ പെൻ ഇങ്ങനെ പിടിക്കും, ഇതെല്ലാം കൂടി ഈ വിരലെല്ലാം കൂടെ പേനയിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കും. അപ്പോൾ ചിലർക്ക് അത് കംഫർട്ടബിൾ അതായിരിക്കും. പക്ഷേ എല്ലാവരും, ഞാൻ അറിഞ്ഞിടത്തോളം നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ച്, സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജ് എവിടെയോ അംഗൻവാടി തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്ന പെൻ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ പെൻ പിടിച്ച് എഴുതാൻ വൃത്തി, കംഫർട്ടബിൾ, വഴക്കം ഏതാണോ അങ്ങനെ തന്നെ എഴുതാനായിട്ട് നോക്കുക. കുറച്ചും കൂടി ഇതാവും എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പിടിച്ചെഴുതുമ്പോൾ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ പേന പിടിച്ച് എഴുതാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വഴക്കവും വൃത്തിയൊക്കെ വരാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം മലയാള എക്സാമിന്, ഇംഗ്ലീഷ് എക്സാമിന്, ഹിന്ദി എക്സാമിനൊന്നും പോയിരിക്കുമ്പോൾ നമുക്ക് ഈ വഴക്കം കിട്ടായികയുണ്ടല്ലോ, സ്പീഡ് കിട്ടായിക, അതിനെ ഒന്നും ഇത് ബാധിക്കില്ല. അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് എഴുതാനും പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.